ലോകം വീണ്ടും ഒരു മഹായുദ്ധത്തിന്റെ വക്കിലേക്ക് നീങ്ങുന്നതായാണ് പശ്ചിമേഷ്യയിൽ നിന്നുള്ള പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇറാനെ സൈനികമായി നേരിടാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ മുന്നോട്ട് വന്നതോടെ ഗൾഫ് മേഖലയിൽ അത്യന്തം ഭീതിജനകമായ ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഏകദേശം 350-ൽ കൂടുതൽ ടോമാഹോക്ക് മിസൈലുകൾ വഹിച്ചുകൊണ്ടുള്ള അമേരിക്കയുടെ ഭീമൻ യുദ്ധക്കപ്പൽ വ്യൂഹം ഇറാൻ ലക്ഷ്യമാക്കി നീങ്ങുന്നതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇന്നലെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഒരു സമ്പൂർണ്ണ യുദ്ധത്തിന് അമേരിക്ക മുതിരുകയാണെങ്കിൽ അതിന്റെ പ്രത്യാഘാതം അതിഭയാനകമായിരിക്കുമെന്ന് ഇറാൻ ഇതിനോടകം കടുത്ത ഭാഷയിൽ തന്നെ മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. അമേരിക്കൻ നാവികസേനയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ പടപ്പുറപ്പാടുകളിൽ ഒന്നാണ് ഇപ്പോൾ പേർഷ്യൻ ഗൾഫ് മേഖലയിൽ നടക്കുന്നത്. അത്യാധുനിക ഗൈഡഡ് സംവിധാനങ്ങളുള്ള ടോമാഹോക്ക് മിസൈലുകളാണ് ഇതിൽ പ്രധാനപ്പെട്ട ആയുധം. ഇറാന്റെ ഭൂഗർഭ ആണവ നിലയങ്ങൾ, സൈനിക കമാൻഡ് സെന്ററുകൾ, തന്ത്രപ്രധാനമായ എണ്ണ ശുദ്ധീകരണ ശാലകൾ എന്നിവ തകർക്കുന്നത് ലക്ഷ്യമിട്ടാണ് ഈ നീക്കം എന്നാണ് പ്രതിരോധ വിദഗ്ധർ വിലയിരുത്തുന്നത്. ട്രംപ് തന്റെ രണ്ടാം ഭരണകാലത്ത് ഇറാനെതിരെ സ്വീകരിച്ചിരിക്കുന്ന കടുത്ത നിലപാടുകളുടെ പ്രതിഫലനമാണ് ഇപ്പോൾ കാണുന്ന ഈ സൈനിക വിന്യാസം. ഇറാന്റെ സൈനിക സ്വാധീനം ആ മേഖലയിൽ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അമേരിക്ക ഇപ്പോൾ കരുക്കൾ നീക്കുന്നത്. അമേരിക്കയുടെ നീക്കം വെറും ഭീഷണിയായി കണ്ട് തള്ളിക്കളയാൻ ഇറാൻ തയ്യാറല്ല. തങ്ങളുടെ പരമാധികാരത്തിന് നേരെ ഏതെങ്കിലും തരത്തിലുള്ള നീക്കം ഉണ്ടായാൽ അതിശക്തമായ തിരിച്ചടി നൽകുമെന്ന് ഇറാൻ റവല്യൂഷണറി ഗാർഡ്സ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അമേരിക്ക തീ കൊണ്ട് കളിക്കുകയാണെന്നും മേഖലയിലെ എല്ലാ അമേരിക്കൻ സൈനിക താവളങ്ങളും തങ്ങളുടെ മിസൈലിന്റെ പരിധിയിലാണെന്നും ഇറാൻ ഭരണകൂടം ഓർമ്മിപ്പിക്കുകയും ചെയ്തു. ഹൈപ്പർസോണിക് മിസൈലുകളും വൻതോതിലുള്ള ഡ്രോൺ ആക്രമണങ്ങളും ഉപയോഗിച്ച് അമേരിക്കൻ കപ്പൽപ്പടയെ തകർക്കാൻ തങ്ങൾക്ക് കഴിയുമെന്നാണ് ഇറാന്റെ വാദം. മിഡിൽ ഈസ്റ്റിലെ ഈ സംഘർഷം ആഗോളതലത്തിലും വലിയ സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് ഉറപ്പാണ്. ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണ ചരക്ക് പാതയായ ഹോർമുസ് കടലിടുക്ക് ഉപരോധിക്കുമെന്ന ഭീഷണി ഇറാൻ ആവർത്തിച്ച് പറയുന്നുണ്ട്. അങ്ങനെ സംഭവിച്ചാൽ രാജ്യാന്തര വിപണിയിൽ എണ്ണവില വല്ലാതെ കുതിച്ചുയരും. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ വലിയ വിലക്കയറ്റത്തിന് അത് കാരണമായി മാറുകയും ചെയ്യും. കൂടാതെ ഗൾഫ് രാജ്യങ്ങൾ കഴിയുന്ന ദശലക്ഷക്കണക്കിന് പ്രവാസികളുടെ സുരക്ഷയും വലിയ ആശങ്കയായി മാറുന്നുണ്ട്. ഒരു യുദ്ധമുണ്ടായാൽ അത് നിലവിലുള്ള ലോകക്രമത്തെ തന്നെ മാറ്റിമറിക്കാൻ സാധ്യതയുള്ള ഒന്നായി മാറും. റഷ്യയും ചൈനയും ഒക്കെ ഈ വിഷയത്തിൽ അതീവ ജാഗ്രതയിലാണ്. അമേരിക്ക ഏകപക്ഷീയമായി സൈനിക നീക്കം നടത്തുന്നത് തടയാൻ അന്താരാഷ്ട്ര തലത്തിൽ സമ്മർദ്ദങ്ങളും ശക്തമാണ്. എന്നാൽ ചർച്ചകൾക്ക് ഇനി സ്ഥാനമില്ലെന്ന മട്ടിലാണ് ഡൊണാൾഡ് ട്രംപ് ഭരണകൂടത്തിന്റെ നീക്കങ്ങൾ. നിലവിൽ ഗൾഫ് മേഖല ഒരു വെടിമരുന്ന് കൂനയുടെ മുകളിലാണ് ഇരിക്കുന്നത്. എവിടെ നിന്നെങ്കിലും ഒരു ചെറിയ തീപ്പൊരി പാറിയാൽ പോലും അതൊരു മഹായുദ്ധത്തിലേക്ക് നയിച്ചേക്കാം. ചുരുക്കത്തിൽ ലോകം ഉറ്റുനോക്കുന്നത് ട്രംപിന്റെ അടുത്ത നീക്കത്തിലേക്കും ഇറാന്റെ പ്രതിരോധത്തിലേക്കുമാണ്. നയതന്ത്ര പരിഹാരങ്ങൾ പരാജയപ്പെട്ടാൽ മനുഷ്യരാശി കൺട്രോളിൽ വെച്ച് ഏറ്റവും വിനാശകാരിയായ ഒരു പോരാട്ടത്തിനാകും പശ്ചിമേഷ്യ സാക്ഷ്യം വഹിക്കുക. മിഡിൽ ഈസ്റ്റിൽ പ്രമുഖ അന്താരാഷ്ട്ര വിമാന കമ്പനികൾ ആ മേഖലയിലേക്കുള്ള സർവീസുകൾ കൂട്ടത്തോടെ റദ്ദാക്കുകയും ചെയ്യുന്നുണ്ട്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സൈനിക ഏറ്റുമുട്ടൽ സാധ്യതയും ഇറാനിലെ ആഭ്യന്തര പ്രക്ഷോഭങ്ങൾക്കെതിരെയുള്ള ഭരണകൂടത്തിന്റെ നടപടികളുമാണ് അത്തരമൊരു തീരുമാനത്തിലേക്ക് കമ്പനികളെ നയിച്ചത്. ലുഫ്താൻസ, എയർ ഫ്രാൻസ്, KLM തുടങ്ങി പ്രമുഖ എയർലൈനുകൾ ദുബായ്, ടെൽഅവീവ്, റിയാദ് തുടങ്ങിയ പ്രധാന നഗരങ്ങളിലേക്കുള്ള വിമാനങ്ങൾ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ്. ഇറാനെതിരെ ശക്തമായ സൈനിക നടപടിക്ക് അമേരിക്ക ഒരുങ്ങുന്നു എന്ന സൂചനകൾ പുറത്തു വന്നതോടെയാണ് വ്യോമയാന മേഖലയിൽ ഈ പ്രതിസന്ധി രൂക്ഷമായത്. ഇത് കേവലം ഒരു മുൻകരുതൽ മാത്രമാണെന്ന് ട്രംപ് അവകാശപ്പെടുമ്പോഴും ഇറാൻ, ഇറാഖ് മേഖലകളിലെ വ്യോമാതിർത്തി ഉപയോഗിക്കുന്നത് വിമാനങ്ങളുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന് ഈ എയർലൈനുകൾ വിലയിരുത്തുന്നു. ലുഫ്താൻസ എയർലൈൻസ് നിലവിൽ പകൽ സമയത്ത് മാത്രമാണ് സർവീസുകൾ നടത്തുന്നത്. യുണൈറ്റഡ് എയർലൈൻസ്, എയർ കാനഡ എന്നിവയും ഇസ്രയേലിലേക്കുള്ള വിമാനങ്ങൾ റദ്ദാക്കിയിട്ടുണ്ട്. മിസൈലുകളും ഡ്രോണുകളും സിവിൽ ഏവിയേഷന് വലിയ ഭീഷണിയാണെന്ന് വിവിധ വ്യോമയാന ഏജൻസികൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇത് ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള വിമാന ടിക്കറ്റ് നിരക്ക് വർദ്ധിക്കുന്നതിനും യാത്രക്കാർക്ക് വലിയ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്നതിനും കാരണമായിട്ടുണ്ട്.